അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴി എന്ന ഈ പാഠ്യപദ്ധതിയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 104 ക്ലാസുകളുള്ള ഈ കോഴ്സ് ആഴ്ചയിൽ ഒരു ക്ലാസ് വീതം പഠിച്ചാൽ 2 വർഷങ്ങൾ കൊണ്ട് ഖുർആനിലെ 500 അടിസ്ഥാന പദങ്ങളും അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഏകദേശം 62,000 പദങ്ങളും പഠിക്കാൻ സഹായിക്കുന്നു. അതായത് ഖുർആനിലെ 80% പദങ്ങൾ നാം പഠിക്കും. അതോടൊപ്പം ഖുർആനിലെ 30-ാം ഭാഗമായ അമ്മ ജുസ് പൂർണ്ണമായി അർത്ഥസഹിതം പഠിക്കുകയും ചെയ്യും. ഈ ബൃഹത് പദ്ധതി വികസിപ്പിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും സഹായവും പിന്തുണയും പ്രോത്സാഹനവും നൽകിയ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പാഠ്യപദ്ധതിയിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാം അല്ലാഹു സഹായിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്കെല്ലാം ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ കോഴ്സ് പൂർത്തിയാക്കി ഖുർആൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഖുർആനിൽ 1295 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള 6 സർവ്വനാമങ്ങൾ, ഈ പാഠ്യപദ്ധതിയുടെ ആമുഖം, നമുക്ക് ഖുർആനുമായുള്ള ബന്ധം, അതിനോട് പ്രതികരിക്കുന്നതിനൊരു ലഘുവായ രീതി, ഇത്രയും കാര്യങ്ങളാണ്. കൂട്ടത്തിൽ പറയട്ടെ, ഞാനൊരു വലിയ പണ്ഡിതനാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. മറിച്ച് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കുകയും പൊതുജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മധ്യവർത്തിയുടെ ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. തലച്ചോറിന്റെ പ്രവർത്തന രീതി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, രചനാത്മക ചിന്ത, ക്രിയാത്മക ജീവിതം, ടൈം റിസോഴ്സസ് മാനേജ്മെന്റ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ഉപഭാഷാ പഠനം, പദപഠന ശേഷി തുടങ്ങിയ വിഷയങ്ങളിൽ ടോണി ബുസാൻ, സ്റ്റീഫൻ കോവെ, ഡി ബോണോ മുതലായ ബുദ്ധിജീവികൾ സമർപ്പിച്ചിട്ടുള്ള ആശയങ്ങളാണ് പാഠ്യപദ്ധതി ക്രമീകരിക്കുന്നതിൽ അവലംബമാക്കിയിരിക്കുന്നത്. ഈ പദ്ധതി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഖുർആൻ പഠിക്കുന്നത് എളുപ്പമാണെന്ന് ബോധ്യപ്പെടുത്തുക, ഖുർആൻ ആശയം ഗ്രഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാരായണം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, ഖുർആനോട് പ്രതികരിക്കാൻ അഥവാ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കുക, പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ്. ഈ പദ്ധതിയിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയും ഖുർആനിലെ 30-ാമത്തെ ജുസ് അഥവാ 78-ാം അധ്യായം മുതൽ 114-ാം അധ്യായം വരെ പഠിക്കുവാനാണ്. അതോടൊപ്പം തിരഞ്ഞെടുത്ത ചില വ്യാകരണ നിയമങ്ങളും പഠനവിധേയമാക്കും. പാഠഭാഗം ശരാശരി 20 മിനിറ്റ് വീതമുള്ള 104 യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ യൂണിറ്റിലും ഖുർആൻ, വ്യാകരണം, പഠന പ്രോത്സാഹന കുറിപ്പുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പരിചിതമായ ഖുർആൻ വാക്യങ്ങളിലൂടെ ഖുർആനിൽ ഏകദേശം 62,000 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള തിരഞ്ഞെടുത്ത 500 പദങ്ങൾ നാം പഠിക്കും. അതായത് ഖുർആനിലെ മൊത്തം പദങ്ങളുടെ 80%. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഖുർആൻ ഗ്രഹിക്കലും അറബി ഭാഷാ പഠനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനാൽ നമ്മുടെ പഠന രീതിക്ക് 4 സവിശേഷതകൾ കാണാൻ കഴിയും. 1. പരിചിതമായ ഖുർആൻ സൂക്തങ്ങൾ കൊണ്ടാണ് നാം ആരംഭിക്കുന്നത്. ഒരു സാമാന്യ മര്യാദയിലുള്ള സമീപന രീതി എന്ന് പറയാം. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, ഇങ്ങനെ പ്രായഭേദമന്യേ എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെയും നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന ഖുർആൻ സൂക്തങ്ങളിലൂടെയാണ് നാം പഠനം തുടരുന്നത്. രണ്ടാമതായി, കേൾക്കുന്നതിലും പാരായണം നടത്തുന്നതിലുമാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അറബിയിൽ എഴുതുവാനും സംസാരിക്കുവാനുമല്ല. കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കുക എന്നത് ഭാഷാ പഠനത്തിലെന്ന പോലെ ഖുർആൻ പഠനത്തിലും പ്രധാനമാണ്. എന്നാൽ അറബി സംസാരിക്കലും അറബിയിൽ എഴുതലും ഭാഷാ പഠനത്തിൽ പ്രധാനമാണെങ്കിലും ഖുർആൻ പഠനത്തിനായുള്ള ഈ പദ്ധതിയിൽ നാം അതിന് പ്രാധാന്യം നൽകുന്നില്ല. 3-ാമത്തെ സവിശേഷത, പദങ്ങൾക്ക് നാം കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ഖുൽ, പറയുക, അഊദു, ഞാൻ അഭയം തേടുന്നു, ഇങ്ങനെ കുട്ടികൾ ചൊല്ലിപ്പഠിക്കും പോലെയാണ് നാം പഠിക്കുന്നത്. വ്യാകരണത്തിന് കുറഞ്ഞ പ്രാധാന്യമേ നാം നൽകുന്നുള്ളൂ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാകരണ പഠനം എന്നത് വിരസവും മടുപ്പുളവാക്കുന്നതുമായിരിക്കും. അതിനാൽ തന്നെ പഠനം ഇടയ്ക്ക് വെച്ച് നിന്നുപോകാനും സാധ്യതയുണ്ട്. നമ്മുടെ പഠന രീതിയുടെ 4-ാമത്തെ സവിശേഷത ക്രിയകളുടെ രൂപമാറ്റത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. വാക്യഘടനയ്ക്ക് കുറഞ്ഞ പ്രാധാന്യമേ നൽകുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഖുർആന്റെ വിഷയം നമുക്ക് പരിചിതമാണ്.
അള്ളാഹു തന്റെ നബിക്ക് ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു, നബി, ഖുർആൻ, ഇറക്കൽ എന്നീ പദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആശയം ഒരിക്കലും തിരിഞ്ഞു പോവുകയില്ല. അപ്രകാരം തന്നെ നിലവിലുള്ള ഖുർആൻ പരിഭാഷകളെ അവലംബിച്ചാണ് നാം പഠിക്കുന്നത്. അതേസമയം ഒരു ഖുർആൻ സൂക്തത്തിന്റെ പരിഭാഷ ഒന്നിച്ച് ഹൃദിസ്ഥമാക്കുന്നതിന് പകരം ഓരോ പദവും പരിഭാഷപ്പെടുത്തുവാനാണ് നാം പഠിക്കുന്നത്. പഠനം എളുപ്പമാക്കുന്നതിന് നാം ചില തത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അതെ, നിർബന്ധിച്ചും ശിക്ഷിച്ചും പഠിപ്പിക്കുന്നതിന് പകരം സ്നേഹത്തോടും പുഞ്ചിരിയോടും ഉല്ലാസത്തോടും കൂടി പഠിക്കാനാണ് നാം പ്രേരിപ്പിക്കുന്നത്. അപ്രകാരം തന്നെ തീർത്തും ക്രിയാത്മക പങ്കാളിത്തത്തോടെയുള്ള ഒരു പഠന രീതിയാണിത്. അതിനാൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും ആവർത്തിക്കാൻ പറയുന്നിടത്ത് ആവർത്തിച്ചും പ്രവർത്തിക്കാൻ പറയുന്നിടത്ത് പ്രവർത്തിച്ചും എല്ലാ പഠിതാക്കളും പൂർണ്ണമായി പങ്കാളിത്തം വഹിക്കണം എന്ന് നാം ഇവിടെ വിനയപൂർവ്വം ഉണർത്തുകയാണ്. മനസ്സാന്നിധ്യത്തോടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടെ പഠിക്കുക. അള്ളാഹു സൂറത്തുർ റഹ്മാന്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞല്ലോ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. കാരുണ്യവാനായ അള്ളാഹുവാണ് ഖുർആൻ പഠിപ്പിച്ചത് അഥവാ ഇനി പഠിപ്പിക്കുന്നത്. പഠനത്തിന്റെ കാര്യത്തിൽ സുവർണ നിയമങ്ങൾ എന്നറിയപ്പെടുന്ന ചില തത്വങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, കേൾക്കുന്നു മറക്കുന്നു, കാണുന്നു ഓർക്കുന്നു, പ്രവർത്തിക്കുന്നു പഠിക്കുന്നു, പഠിപ്പിക്കുന്നു വ്യുൽപ്പത്തി നേടുന്നു. ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ വരുന്നുണ്ട്. എങ്കിലും ചുരുക്കി ഇങ്ങനെ പറയാം. കേൾക്കുക മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചു കഴിയുമ്പോൾ നാം മറക്കും. എന്നാൽ കാണുന്ന കാര്യങ്ങൾ കുറെ അധിക സമയം ഓർത്തുവെക്കാൻ കഴിയും. കേൾക്കുകയും കാണുകയും ചെയ്താൽ ഓർമ്മയിൽ ഏറെക്കാലം നിലനിർത്താൻ സാധിക്കും. അതിനാൽ തന്നെ ഈ പാഠഭാഗം കേൾക്കുന്നതോടൊപ്പം ഈ കോഴ്സിനോടൊപ്പം ലഭിച്ച പവർ പോയിന്റ് പ്രസന്റേഷൻ കാണുക കൂടി ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായി പറഞ്ഞ തത്വം പ്രവർത്തിക്കുന്നു പഠിക്കുന്നു. അതെ, പഠിച്ചു കഴിഞ്ഞ് ആ ഭാഗം ഒന്ന് എഴുതി നോക്കാം. അപ്പോഴത് നമ്മുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും. ഈ കോഴ്സിനോടൊപ്പമുള്ള വർക്ക്ഷീറ്റ് പ്രിന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ എഴുതി നോക്കുന്നതിന് അത് വളരെ സഹായകമായിരിക്കും. അവസാനമായി പറഞ്ഞ തത്വം പഠിപ്പിക്കുന്നു വ്യുൽപ്പത്തി നേടുന്നു എന്നാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെയോ മറ്റു ബന്ധുക്കളെയോ പഠിപ്പിക്കാം. അല്ലെങ്കിൽ പഠിക്കുന്നവരുടെ ഒരു സംഘമുണ്ടാക്കി പരസ്പരം പഠിക്കുകയും ചെയ്യാം. അതോടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പിന്നെ മറക്കാത്ത അവസ്ഥയിലാകും. പദങ്ങളുടെ ആവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് നാം പഠിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. കിതാബുൻ അൻസൽനാഹു ഇലൈക്. കിതാബ് ഗ്രന്ഥം, അതിന്റെ ഏകവചനവും ബഹുവചനവും നാം പഠിക്കും. കതബ എഴുതി, അതിന്റെ വ്യത്യസ്ത രൂപങ്ങളും നാം പഠിക്കും. അതോടുകൂടി ഖുർആനിലെ 261 പദങ്ങൾ നാം പഠിച്ചു കഴിയും. ഇതാണ് നമ്മുടെ പഠന രീതിയുടെ പ്രത്യേകത. വാക്കുകളുടെ പട്ടിക നമ്മുടെ പക്കലുണ്ട്. അവ പഠിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് എന്റെ ബാധ്യത. അതിനാൽ ദയവായി ഞാൻ പറയുന്ന പോലെ ആവർത്തിച്ച് പറയുക. ഒരുപക്ഷെ അത് നിങ്ങൾക്കറിയുന്നവയായിരിക്കാം. എന്നാലും ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുക. മുന്നോട്ടുള്ള പഠനം എളുപ്പമാകുന്നതിന് അതനിവാര്യമാണ്. നിങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. പവർ പോയിന്റ് പ്രസന്റേഷൻ ഇതോടൊപ്പം കാണുക. ശ്രദ്ധ മുഴുവൻ പഠനത്തിൽ കേന്ദ്രീകരിക്കുക. ഓരോ പദവും ഉച്ചരിക്കുമ്പോൾ ഇനി പറയും പ്രകാരം കൈ ചൂണ്ടുക. അതെ, ശ്രദ്ധ, കണ്ണ്, കൈ, വായ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുക. തമാശയല്ല, ഇതൊരു സമ്പൂർണ്ണ പഠനക്രമമാണ്, ഒരു കംപ്ലീറ്റ് സിസ്റ്റം. ഇതിനാണ് നാം ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതിനാൽ പിന്നീടാകട്ടെ എന്ന് മാറ്റിവെക്കണ്ട, ഇപ്പോൾ തന്നെ തുടങ്ങാം. ഖുർആനിലുള്ള ഏകദേശം 20,000 വാക്കുകൾ ഇങ്ങനെ കൈചൂണ്ടി പഠിക്കുന്നതിലൂടെ നമുക്ക് ഓർമ്മിച്ചു വെക്കാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം തുടങ്ങുകയായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6 പദങ്ങളാണ് നാം ഇവിടെ പഠിക്കുന്നത്. ഖുർആനിൽ 1295 തവണ അത് ഉപയോഗിച്ചിരിക്കുന്നു. അതിനാൽ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാവുകയില്ല. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം വലത് കൈയാണ് ഉപയോഗിക്കുന്നത്. ഏകവചനം പറയുമ്പോൾ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടുകയും മറ്റു വിരലുകൾ മടക്കി പിടിക്കുകയും ചെയ്യുക. ബഹുവചനം പറയുമ്പോൾ തള്ളവിരൽ മടക്കി പിടിക്കുകയും 4 വിരലുകളും ഉപയോഗിച്ച് ചൂണ്ടുകയും ചെയ്യുക. ആദ്യത്തെ 2 എണ്ണം പറയുമ്പോൾ വലതുവശത്തേക്കും, രണ്ടാമത്തെ 2 എണ്ണം പറയുമ്പോൾ നേരെ മുന്നിലേക്കും, അടുത്ത 2 എണ്ണം പറയുമ്പോൾ സ്വന്തം നെഞ്ചിന് നേരെയുമാണ് ചൂണ്ടേണ്ടത്. ശ്രദ്ധിക്കുക. ഹുവ അവൻ, ഒരു വിരൽ കൊണ്ട് വലത്തേക്ക് ചൂണ്ടുക. ഹും അവർ എന്ന് പറയുമ്പോൾ 4 വിരലുകൾ കൊണ്ട് വലത്തേക്ക് ചൂണ്ടുക. അൻത നീ എന്ന് പറയുമ്പോൾ ഒരു വിരൽ കൊണ്ട് നേരെ മുന്നിലേക്ക് ചൂണ്ടുക. അൻതും നിങ്ങൾ എന്ന് പറയുമ്പോൾ 4 വിരലുകൾ കൊണ്ട് നേരെ മുന്നിലേക്ക് ചൂണ്ടുക. അന ഞാൻ എന്ന് പറയുമ്പോൾ
സ്വന്തം നെഞ്ചിന് നേരെ ഒരു വിരൽ കൊണ്ട് ചൂണ്ടുക. നഹ്നു ഞങ്ങൾ എന്ന് പറയുമ്പോൾ സ്വന്തം നെഞ്ചിന് നേരെ 4 വിരലുകൾ കൊണ്ട് ചൂണ്ടുക. ഒരിക്കൽ കൂടി പറയാം. ഹുവ അവൻ ഒരു വിരൽ വലത്തേക്ക്, ഹും അവർ 4 വിരലുകൾ വലത്തേക്ക്, അൻത നീ ഒരു വിരൽ നേരെ മുന്നിലേക്ക്, അൻതും നിങ്ങൾ 4 വിരൽ നേരെ മുന്നിലേക്ക്, അന ഞാൻ ഒരു വിരൽ നേരെ നെഞ്ചിലേക്ക്, നഹ്നു ഞങ്ങൾ 4 വിരലുകൾ നെഞ്ചിന് നേരെ. ഇനി ഞാൻ പറയുന്നത് പോലെ ആവർത്തിക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ അറബിയും മലയാളവും പറയും, അത് രണ്ടും നിങ്ങൾ ആവർത്തിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ അറബി പറയും, നിങ്ങൾ മലയാളം പറയുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ അറബി പറയും, നിങ്ങളും അറബി തന്നെ പറയുക. നാലാമത്തെ സ്റ്റെപ്പിൽ ഞാൻ 1, 2, 3 എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അറബി മാത്രം യഥാക്രമം പറയുക. കൈ ചൂണ്ടാൻ മറക്കരുത്. ആദ്യമായി അറബിയും മലയാളവും. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇനി ഞാൻ അറബി പറയും, നിങ്ങൾ മലയാളം പറയുക. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഇനി ഞാൻ അറബി പറയും, നിങ്ങളും അറബി തന്നെ പറയുക. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഇനി ഞാൻ 1, 2, 3 എന്ന് മാത്രം പറയും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചത് യഥാക്രമം അറബി മാത്രം പറയുക. 1, 2, 3, 4, 5, 6. 14 സർവനാമങ്ങളില്ലേ എന്നൊന്നും ചോദിച്ചു കളയരുത്. ഇത് നാം സ്വീകരിച്ചിരിക്കുന്ന ഒരു കുറുക്കു വഴിയാണ്. ശേഷിക്കുന്നവ സന്ദർഭാനുസരണം നമുക്ക് പഠിക്കാം. അതെ, ദിവചനങ്ങളും സ്ത്രീലിംഗ പദങ്ങളുമൊക്കെ പിന്നീട് പഠിക്കാം. അവ ഖുർആനിൽ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നതാണ് കാരണം. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ എന്നൊക്കെ പറയുമ്പോൾ അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടും. എന്റെ ഈ പ്രായത്തിൽ ഇതൊക്കെ പഠിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ചിന്തിക്കുന്നവർ ചിലരെങ്കിലും ഉണ്ടാകാം. സംശയിക്കണ്ട, തീർച്ചയായും നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മുടെ ബുദ്ധിക്ക് അപാരമായ കഴിവുണ്ട്. ആ കഴിവ് ഖുർആൻ പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. അതെ, നമ്മുടെ തലച്ചോറിന് 1000 അറകളാണുള്ളത്. ഓരോ അറയിലും 20,000 കണക്ഷനുകളുണ്ട്. ആ 20,000 കണക്ഷനുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒട്ടനവധി കണക്ഷനുകൾ പിന്നെയുമുണ്ട്. ഇങ്ങനെ തലച്ചോറിലുള്ള ഒട്ടനവധി കണക്ഷനുകൾ വഴിയാണ് വിവരങ്ങൾ കൈമാറുകയും ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ബില്യൺ കണക്കിനുള്ള കണക്ഷനുകളിലൂടെ സെക്കൻഡിൽ 500 തവണ ഇൻഫർമേഷൻ കടത്തിവിടാൻ നമ്മുടെ തലച്ചോറിന് കഴിയും. അതെ, തീർച്ചയായും നമ്മുടെ ബുദ്ധിക്ക് അപാരമായ കഴിവുണ്ട്. എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സംഗതി, മനുഷ്യന്റെ ഇത്രയും ശേഷിയുള്ള ബുദ്ധിയുടെ 5% മാത്രമേ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ പോലും ഉപയോഗിക്കുന്നുള്ളൂവെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. അപ്പോൾ അത് കാലിയാണെന്ന് തന്നെ നമുക്ക് പറയാം. മാത്രമല്ല, പ്രായാധിക്യം കൊണ്ട് തലച്ചോറിന് കാര്യമായ ക്ഷതം സംഭവിക്കുന്നുമില്ല. 60 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വെറും 3% മാത്രമേ നശിക്കുന്നുള്ളൂ. ശേഷിച്ച 97% പ്രവർത്തനക്ഷമമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് മറവിയുണ്ടാകുന്നെങ്കിൽ അതിന് കാരണം ഓർമ്മയുടെ നിയമങ്ങൾ നാം പ്രയോഗവൽക്കരിക്കാത്തതാണ്. കായികാഭ്യാസങ്ങളിൽ ഏർപ്പെട്ട് ശാരീരികമായ വ്യായാമം നടത്തുന്നത് പോലെ തന്നെ തലച്ചോറിനും വ്യായാമം ആവശ്യമാണ്. പ്രായം കൂടുന്തോറും അതിന്റെ പ്രാധാന്യം കൂടി വരും. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുക, അല്ലെങ്കിൽ ഉള്ളതും നഷ്ടമാകും. ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ എന്തുകൊണ്ട് ഖുർആൻ പഠിക്കുന്നതിനായി ഉപയോഗിച്ചുകൂടാ? ഖുർആൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും എണ്ണമറ്റ പ്രതിഫലമാണ് അള്ളാഹു കരുതി വച്ചിരിക്കുന്നത്. ഇന്ന് നാം പഠിച്ച ഭാഗം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഹുവ അവൻ, ഇത് 481 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഹും അവർ 444 പ്രാവശ്യം, അൻത നീ 81 പ്രാവശ്യം, അൻതും നിങ്ങൾ 135 പ്രാവശ്യം, അന ഞാൻ 68 പ്രാവശ്യം, നഹ്നു ഞങ്ങൾ 86 പ്രാവശ്യം. ഇങ്ങനെ ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു എന്നീ 6 പദങ്ങൾ ഖുർആനിൽ
1295 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇത്രയും പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു, നാം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും നിർത്താതിരിക്കുക. അവസാനമായി ഈ പാഠ്യപദ്ധതി പ്രയോജനപ്പെടണമെങ്കിൽ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. 1. ദിവസവും രാവിലെ 5 മിനിറ്റ് പാഠം ആവർത്തിക്കുക. 2. 5 മിനിറ്റ് പരിഭാഷ കൂടാതെ മുസ്ഹഫ് നോക്കി പാരായണം ചെയ്യുക. 3. നേരത്തെ മനഃപ്പാഠമാക്കിയ ഭാഗങ്ങളിൽ നിന്ന് ദിനേന 5 മിനിറ്റെങ്കിലും ഓർമ്മയിൽ നിന്ന് ഖുർആൻ പാരായണം നടത്തുക. 4. പോക്കറ്റ് ഗൈഡിൽ നിന്നോ പോസ്റ്റർ നോക്കിയോ ദിനേന 5 തവണ അല്പമെങ്കിലും പഠിക്കുക. 5. 1 മിനിറ്റെങ്കിലും സുഹൃത്തുമായി ക്ലാസിനെ സംബന്ധിച്ച് സംസാരിക്കുക. 6. നമസ്കാരത്തിൽ വ്യത്യസ്ത സൂറത്തുകൾ മാറി മാറി പാരായണം ചെയ്യുക. 7. പാഠഭാഗങ്ങൾ ഓഡിയോ ടേപ്പിലോ മൊബൈലിലോ റെക്കോർഡ് ചെയ്ത് സ്വയം കേട്ട് വിലയിരുത്തുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഓരോ ദിവസവും ഖുർആനുമായി കൂടുതൽ കൂടുതൽ അടുക്കുക. സ്വയം പരാജയപ്പെടരുത്. സമയമില്ല എന്നൊരിക്കലും പറയരുത്. 24 മണിക്കൂർ സമയത്ത് നിന്ന് ഒരു 10-20 മിനിറ്റ് ഏതു വിധേനയും മാറ്റിവെക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യരാകാൻ ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.